ഈശ്വരൻ്റെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന, കാരുണ്യം മുറ്റി നിൽക്കുന്ന തിരുശരീരത്തിൽ നമ്മളുടെ ചിന്തകളെല്ലാം ലയിച്ച് ഈശ്വരനും ഞാനും രണ്ടെന്ന ഭേദം പോയി അഭേദമായി വരുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ആ സുഖം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗുരുദേവൻ ഈ പദ്യം എഴുതി തരുമ്പോൾ ഇതൊരു വെറും തത്വം മാത്രമല്ല, ഇത് ജീവിക്കുന്നൊരു സത്യം കൂടിയാണത്. ഗുരുവിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ജീവികളുമായിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, അരുളിൻ്റെ, ഈ പാരസ്പര്യത്തിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കാണാൻ കഴിയും. അരീപ്പുറത്ത് ആയിരുന്ന സമയത്ത്, ഗുരു ഏകാഗിയായി ജീവിച്ചിരുന്ന സമയത്ത് വന്യമൃഗങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് വളരെ സ്വസ്ഥമായി ഇരിക്കുന്നത് കാണാമായിരുന്നു എന്ന് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും ഹിംസ്ര മൃഗമെന്ന് പറയുന്ന പുലി പോലും ഗുരുവിൻ്റെ അടുത്ത് വന്ന് ശാന്തമായി ശയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പാമ്പുകൾ വന്നിരിക്കാറുണ്ട് ഗുരുവിൻ്റെ അടുത്ത്. ഇത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളം കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ആ സ്പന്ദം അറിയുവാൻ ജീവജാലങ്ങൾക്ക് നല്ലവണ്ണം അറിയുമത്രേ. മനുഷ്യനേക്കാൾ ഈ കാര്യത്തിൽ കൂടുതൽ അവബോധം പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾ കാണാം. ഒരു പുല്ലിനറിയാം നമ്മളുടെ മനസ്സ്, ഒരു ജീവിക്കറിയാം, ഒരു കാക്കയ്ക്കറിയാം നമ്മളുടെ മനസ്സ്. നമ്മൾ കാക്കയെ എറിയാനായിട്ട് കല്ലെടുക്കുന്നതിന് മുമ്പ് കാക്കയ്ക്കറിയാം ഇവൻ എന്നെ എറിയുമെന്ന്. അപ്പോൾ നമ്മളുടെ മനസ്സ് വായിക്കുവാൻ ജീവികൾക്ക് നല്ല ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു യോഗിയുടെ മനസ്സ് പുലികൾക്കും പാമ്പുകൾക്കും നല്ലവണ്ണം അറിയാമത്രേ. എവിടെ കാരുണ്യത്തോട് ചേർന്നിരിക്കുന്ന മനസ്സുണ്ടായിരുന്നിരിക്കുമോ ആ മനസ്സുള്ളിടത്ത് ജീവജാലങ്ങൾ ആ വ്യക്തിയുമായിട്ട് സ്വരലയപ്പെട്ട് ജീവിക്കുന്നത് കാണാം.